കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജലജ അബിയുടെ മുറിയിലേക്ക് വരുവാണ്. എന്നിട്ട് ചോദിച്ചു, എടാ നീ നോൺ വെജ് ഒക്കെ കഴിച്ചെന്ന് ആ നമ്പി പാടിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, എന്താണ് സത്യം എന്ന് ചോദിക്കാം. എന്റെ അമ്മേ, അവൾക്ക് ഭ്രാന്താന്ന് പറയാണ്. ഈ ഇറച്ചി മസാല കൂട്ടിയ കറികളൊക്കെ കറിച്ച് കഴിക്കുമ്പത്തിന് അങ്ങനെയുള്ള മണമൊക്കെ വരുമല്ലോ, അതുകൊണ്ട് അവള് പറഞ്ഞോണ്ട് കിടക്കുന്ന, അല്ല ഞാൻ കൂട്ടിയിട്ടൊന്നും ഇല്ലെന്ന് പറയാം. എടാ അറിയാലോ, ഇത്തവണയെങ്കിലും നന്നായിട്ട് നോയമ്പ് നോക്കുന്ന മലയ്ക്ക് പോണം. ഇതുവരെയായിട്ട് നീ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് നല്ല വ്രതം എടുത്തിട്ടൊന്നുമില്ല. ദേ അങ്ങനെ ആയിരിക്കില്ല ഇത്തവണ എന്ന് പറയാണ്. എന്റെ അമ്മേ, ഞാൻ നന്നായിട്ട് വ്രതം എടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ, അവളെ പോലുള്ള ഒരുത്തി എന്റെ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന് വിചാരിച്ചാ ഞാൻ ഇത്തവണ നന്നായിട്ട് വ്രതം എടുക്കണേ. മലയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു പറയണം. എടാ മോനെ, അങ്ങനെ തന്നെ വേണമെന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏട്ടത്തി എന്ന് പറയുന്ന അവര് ഹോസ്പിറ്റലിൽ കുറെ എന്നെ ദ്രോഹിച്ചിട്ടുള്ള, അതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടി. ഇനിയിപ്പം ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാനായിട്ട് 2-3 അവളുമാരുണ്ട്. അവളുമാർ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടണമെന്ന് പറയാം. എന്റെ അമ്മേ, അതൊക്കെ ഞാൻ ഏറ്റു. ദേ ആ നയനെന്ന് പറയുന്നവരുണ്ടല്ലോ, അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടില്ലെങ്കിൽ അവളെ മിക്കവാറും ഞാൻ കൊന്നാണെങ്കിലും കളയും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറയണം. ദേ നിന്റെ ഭാര്യ ഉണ്ടല്ലോ, നിന്റെ ഭാര്യനെ ഇവിടുന്ന് ആദ്യം അടിച്ചിറക്കി ഉണ്ടെന്ന് പറയാം. അമ്മേ, അതിനൊക്കെ പ്ലാൻ ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് ആ നയന അവൾമാർ രണ്ടുപേരും പോയാൽ പിന്നെ അനാമികനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. കാരണം അവളുടെ കയ്യിലിരിക്കുന്ന ആ കുന്നായ്മത്തരം മാത്രം മതി അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട്. അങ്ങനെ 3 മരുമക്കൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാം, നല്ല കോടീശ്വരിയായ പെൺകുട്ടിയെ. അങ്ങനെ നിനക്ക് വിവാഹം കഴിച്ചോണ്ട് വരാന്ന് പറയണം. ആരും നിന്നെ ഒന്നും പറയത്തൊന്നും ഇല്ലെന്ന് പറയണം. അത് ശരിയാമേ, അത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതിനിടയ്ക്ക് നീ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയേക്കരുത്. അറിയാലോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുടുംബത്തിൽ നിനക്ക് ഒരു വില ഉണ്ടാകത്തില്ല. ഇപ്പൊ തന്നെ നിന്റെ മേലെ എനിക്ക് നല്ല സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണേ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോവാണ്. പിന്നീട് നയനെ ആംബുലൻസിലേക്ക് കയറ്റുവാണ്. നയനെ ആംബുലൻസിലേക്ക് കയറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങുവാണ്. അങ്ങനെ കയറ്റി അവര് ആദർശം ആ കൂടെ കയറി കനയെ കയറി വീട്ടിലേക്ക് പോരുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അജയനും ജാനയും കൂടെ എത്തുന്നത്. പെട്ടെന്ന് ജയനോടെ നിൽക്കുന്നതാണ് പിച്ചു. അയ്യോ എന്താ, ആരാ, ആകെപ്പാടെ ടെൻഷനായി. ഇനിയിപ്പം ദേവേനെ എങ്ങനെയാണോ ആണോ കൂട്ടിക്കൊണ്ട് പോകുന്നത്, അതോ ഇനിയിപ്പം നയനമോളെയാണോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ കൂടുതലായിട്ട് ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഓടി വന്നിട്ട് ചോദിച്ചാൽ, അല്ല ആരാ ആംബുലൻസിൽ കൊണ്ടുപോയി ചോദിക്കുക. പെട്ടെന്ന് ജയൻ ജാനകിനെ നോക്കി. പിന്നീട് പറഞ്ഞു, അത് അവൾക്ക് കരൾ പാത്തു നൽകിയ ആ പെൺകുട്ടിയില്ലേ ദേവേനിക്ക്, അവളെ കൊണ്ടുപോകണമെന്ന് പറയാണ്. ഓ ഇനി എന്റെ നെഞ്ച് അങ്ങോട്ടൊന്ന് ഒരു നിമിഷത്തേക്ക് ഒന്ന് പിടഞ്ഞു പോയെന്ന് അജയൻ പറയാണ്. അല്ല ആ പെൺകുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ഞാനിരിക്കോ, കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ആദർശ് കൂടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ ആദർശ് പോയിരിക്കാൻ പറ്റില്ലല്ലോ, സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട് കരൾ ഭാഗത്ത് നൽകിയതില്ലേ, അപ്പൊ അവരെ വീട്ടിൽ കൊണ്ടേ ആക്കേണ്ട ചുമതല ആദർശിനുണ്ടല്ലോ, അതുകൊണ്ട് ആ കൂടെ കയറിപ്പോയെന്ന് ജയൻ അവരോട് പറയുവാണ്, ജാനകിയോട് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ. എങ്ങോ കിടന്നൊരു പെൺകുട്ടി പോലും കരൾ പകത്ത് കളയാണ്ട് തയ്യാറായി. പക്ഷെ സ്വന്തം മരുമകള് അവളാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല, അവള് ശരിക്കും കണ്ടുപഠിക്കട്ടെ എന്ന് പറയാണ്. ഇത് കേട്ടം അജയൻ പറഞ്ഞു, നീ എന്തിനാ ജാനകി ഇങ്ങനെയൊക്കെ പറയണേ, നയനമോളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ പറയും. പിന്നെ നയനമോള് ചെയ്ത പോലും അവളാണെങ്കിൽ 7 അയലക്കത്ത് പോലും വരത്തില്ല, തിരിഞ്ഞു നോക്കത്ത് പോലും ഇല്ലാന്ന് പറയണം. അത് നിനക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഓ നിങ്ങൾ പിന്നെ ആണുങ്ങളല്ലേ, എപ്പം നോക്കിയാലും അവളുടെ ഭക്ഷണമല്ലോ നിൽക്കത്തുള്ളൂ, അവള് പറയുന്നാണല്ലോ ഭേദവാക്യം എന്ന് പറയണം. ജയൻ പറഞ്ഞു, വെറുതെ നയനമോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയണം. എന്തിനാ നയനയെ കുറ്റപ്പെടുത്തുന്നത്? വീട്ടിലെ അച്ഛന്റെ സ്വഭാവം തന്നെ നിർത്തി നോക്കിയേ. അച്ഛനാണെങ്കിൽ ഒരാളെ കണ്ടാൽ നന്നായിട്ട് അയാളെ അളക്കുന്ന സ്വഭാവ, അങ്ങനെ അളന്ന ശേഷം മാത്രമേ അവരുമായിട്ട് ഒരു അടുപ്പം പുലർത്തുകയുള്ളൂ. ദേ ഇവിടെ നയനമോൾക്ക് അച്ഛൻ കൊടുത്തിരിക്കുന്ന മാർക്ക് എത്രയാണോ, 100-ൽ 100 മാർക്കാ കൊടുത്തിരിക്കുന്നു പറയണം. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, പിന്നെ 100-ൽ 100 മാർക്ക്. അച്ഛന് നയനയുടെ കാര്യത്തിൽ മാത്രം തെറ്റിപ്പോയി. ഒരു കാരണവശാലും അവളൊരു നല്ല സ്വഭാവക്കാരിയല്ല, അവള് ശരിക്കും പറഞ്ഞാൽ അച്ഛനെ വീഴിക്കുകയോ ചെയ്തതെന്ന് പറയാണ്. ഇത് കേട്ടതും അജയൻ പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഹോസ്പിറ്റലാണിത്, അതിന് നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നീ നോക്കണം, അല്ലാതെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യണ്ടേ, മര്യാദയ്ക്ക് നാവടക്കി ഇരിക്കുന്നത് നല്ലതെന്ന് പറയണം. ഓ ഞാനെന്ത് പറഞ്ഞാലും ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും കുഴപ്പമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. പോയി കഴിഞ്ഞപ്പോഴത്തേനും ജയനോട് അജയൻ ചോദിച്ചു, അല്ല ഇപ്പൊ നയനമോൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ആയതാ, ഇനിയിപ്പോ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയണം. പിന്നീട് നന്ദുവും ഗോവിന്ദനോട് സംസാരിച്ചിരിക്കുക. അപ്പൊ ഗോവിന്ദനോട് നന്ദു പറഞ്ഞു, അതെ ആദർശേട്ടൻ അവരുടെ വീട്ടുകാരും പാവമാന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, ആദർശമാൻ പാവമായിരിക്കും, പക്ഷെ എങ്കിലുണ്ടല്ലോ ആ ദേവയാനി അവരെന്താണെങ്കിലും
പാവമെന്ന് ഞാൻ പറയത്തില്ല. ഇതുവരെയായിട്ട് എന്നെ മോളെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കില്ലെന്ന് പറയണം. അത് ശരിയാ, അവരെന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ആദർശേണ്ണനും ആദർശേൻ്റെ അച്ഛനും അങ്ങനെയൊന്നും അല്ലെന്ന് പറയാണ്. അല്ല, എന്താ മോളെ നിന്റെ മുഖത്തൊരു വിഷമോ എന്തോ ഒരു വയ്യായിക ഉണ്ടല്ലോ എന്ന് പറയണേ. ഒരു കുഴപ്പമില്ല, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുവായിരുന്നു പറയണം. അപ്പോഴേക്കും ആംബുലൻസ് വന്നിരിക്കുന്നുണ്ട്. ഇതെന്താ പോലെ ആംബുലൻസ് ഒക്കെ നമ്മുടെ വീട്ടിലേക്ക്, ഇതെന്ത് പറ്റി എന്ന് കരുതിയിട്ട് ഗോവന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോഴത്തേനും കനക ഇറങ്ങുവാണ്. സ്ട്രെച്ചറൊക്കെ എടുത്ത് അതിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിടുവാണ്. മോളേന്ന് പറഞ്ഞോണ്ട് ഗോവന്നിനെ ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ഇതെന്താ എന്റെ മോൾക്ക് ഇത് എന്തോ പറ്റിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആരും ഒന്നും മിണ്ടിയില്ല. നായന പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, പിന്നെ എന്തിനാ നീ സ്ട്രെച്ചറൊക്കെ കിടക്കുന്നേ, നിനക്ക് എന്താ മോളെ, എന്താ സംഭവിച്ചേ? ആകെപ്പാടെ ഗോവിന്ദന് ടെൻഷനായി. പെട്ടെന്ന് നായനോട്, എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, അതെ അമ്മയ്ക്ക് കരള് പകത്തലേക്ക് ഞാനാന്ന് പറയാണ്. ഇത് കേട്ടത് ഒരു നിമിഷം ഗോവിന്ദൻ ഞെട്ടിപ്പോയി. പിന്നീട് നായനയും കൊണ്ട് അവര് വന്നവരങ്ങോട്ട് പോവാണ്. ഗോവിന്ദനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം ആദർശം നന്ദു മാത്രമേ അവിടെ. അപ്പൊ ഗോവിന്ദൻ അരിയിലേക്ക് ചെല്ലുവാണ്. പിന്നീട് നന്ദുവിനെ വിളിച്ചു, ഇതാണല്ലേ മോള് പറഞ്ഞത്, ആദർശേട്ടനും ആദർശേട്ടൻ്റെ അച്ഛനൊക്കെ പാവാന്ന്, ഒരു പക്ഷേങ്കില് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാ മോള് പറഞ്ഞില്ലേന്ന് നിൽക്കുക. അത് പിന്നെ അച്ഛൻ ഞാൻ എന്നാലും അവളുടെ ശരീരം വലിച്ചു കീറുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് പോലും ആരും ചോദിച്ചില്ല എന്ന് പറയാണ്. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അത് പിന്നെ അച്ഛാ നയനടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും ഒന്നും പറയരുന്ന്, ചേച്ചി അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാ പറയായിരുന്നേ, അച്ഛനോട് പ്രത്യേകിച്ച് പറയില്ലെന്ന് പറഞ്ഞായിരുന്നു പറയാ. ആദർശ് പറഞ്ഞു, അത് പിന്നെ അച്ഛൻ്റെ കണ്ടീഷൻ അത്ര ശരിയല്ലോ, രണ്ടാറ്റാക്കി വന്ന ആളല്ലേ, എന്തേലും പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഭയന്നിട്ടാ അവൾ അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറഞ്ഞേ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയും ചെയ്തതെന്ന് പറയാണ്. എന്നാലും എൻ്റെ മോള് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയിട്ട് നിങ്ങൾ എന്താ അവളെ തടയാതിരുന്നു? ആദർശ് മോൻ്റെ അമ്മ ആയതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ആദർശ് പറഞ്ഞു, ഞങ്ങളാകുന്നേ അവളോട് പറഞ്ഞൊന്നും വേണ്ടാന്ന്, പക്ഷെ അവൾ അനുസരിച്ചില്ല എന്ന് പറയാണ്. ഇത്രയും നാളായിട്ട് എൻ്റെ മോളെ മരുമകളായിട്ട് അംഗീകരിക്കാത്ത ദേവേനി, എന്നിട്ട് അവർക്ക് കരട് പകത്ത് കൊടുത്തിരിക്കുന്ന പോലും. എന്നാലും എങ്ങനെ എൻ്റെ മോൾക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നു? എനിക്കറിയാം, എൻ്റെ മോള് പാവ, അവളെല്ലാവരും കൂടെ ചൂഷണം ചെയ്ത് കാണുമായിരിക്കും എന്ന് പറയണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ലേ ഇത്ര വലിയ വീടൊക്കെ ഞങ്ങൾക്ക് വാടകയ്ക്ക് എടുത്ത് തന്നെയല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടത് ആദർശം, അങ്ങനെ ഒരിക്കലും കരുതരുത് അച്ഛാ, അവളിവിടെ വന്നു കഴിയുമ്പോഴത്തേനും അവൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം, അതുകൊണ്ടാന്ന് പറയണം. ഞങ്ങളുടെ വീട്ടിൽ എന്തായിരുന്നു കുഴപ്പമിരിക്കുന്നേ, അവിടെ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയണം. പിന്നീട് ചെയ്യാൻ പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല, എൻ്റെ മോളുടെ ശരീരം കീറി മുറിക്കേണ്ടിയിരുന്നില്ല, ഞാൻ അറിയുമായിരുന്നു, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു പറയാണ്. നന്ദു പറഞ്ഞു, പോട്ടെ അച്ഛാ, അതിൻ്റെ അടുത്തൊരു സ്വഭാവം അറിയാലോ, ഇനിയിപ്പം വെറുതെ കുറ്റപ്പെടുത്താനൊന്നും പോണ്ട എന്നൊക്കെ പറയണം. ഇത് കേട്ടതും പറഞ്ഞു, എനിക്ക് ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല, ആ കുടുംബത്തിലുള്ള ആരെയും മനസ്സിലാകുന്നില്ല, ഒന്ന് ഓർത്ത് നോക്കിയിട്ട് എന്തൊക്കെയാ സംഭവിക്കുന്നു പോലും മനസ്സിലാകുന്നില്ല. ഇതിനു മുമ്പ് ഒരു ദിവസം അബിയും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷത്തിലായിരുന്നു അറിയാവോ, അബി നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചവളെ. പിറ്റേ ദിവസം പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് സത്യങ്ങളൊക്കെ അറിയണേ, അതൊക്കെ വെറും അബിന്റെ അഭിനയം മാത്രമായിരുന്നു. അപ്പം മിക്കവാറും ആദർശമോനെ, നീ അങ്ങനെ തന്നെയാണോ, ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സ്നേഹമൊക്കെ അഭിനയിക്കുന്നത്, അത് ഒറിജിനലായിട്ടുള്ളതാണെന്ന് ചോദിക്കുക. ഇത് കേട്ട ആദർശം പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ല അച്ഛാ, അച്ഛൻ എന്തേ അങ്ങനെ പറയണേ, ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല, ഇപ്പോൾ എൻ്റെ മനസ്സിൽ നയന മാത്രമേ ഉള്ളൂ, അവളെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണം, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വന്നേ. ഇത് കേട്ടപ്പോൾ കോന്ന് പറഞ്ഞു, എന്തോ എനിക്ക് അങ്ങോട്ടൊന്നും വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല, എൻ്റെ മനസ്സിന് നല്ലാത്തൊരു വിഷമമുണ്ട് എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയനയുടെ അരിയിൽ കനയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഗോവിന്ദനെ കണ്ട നയന പറഞ്ഞു, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം, എന്നാലും എന്നോടൊരു വാക്ക് പോലും നിനക്ക് പറയാൻ തോന്നിയില്ല മോളെ എന്ന് പറയണം. അത് പിന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയായിരുന്നെന്ന് പറയാം. എന്നാലും വേണ്ടിയിരുന്നില്ല, എന്നോട് ഈ ചതി വേണ്ടിയിരുന്നില്ല, നീ എത്ര പറഞ്ഞില്ലെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സും നിന്റെ മനസ്സും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്, എനിക്കറിയാം, നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ പോവാണെങ്കിൽ അത് ഞാൻ മുൻകൂർ കണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ ആ തോന്നലുണ്ടാവുമായിരുന്നു, ഞാനത് കനകയോട് പറയുകയും ചെയ്തെന്ന് പറയണം. കനക പറഞ്ഞു, അതല്ല ഞാൻ ഗോവിന്ദനോടൊന്നും പറയായിരുന്നേ, എനിക്കറിയാം ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗോവിന്ദനെ സമ്മതിക്കില്ല എന്നുള്ള കാര്യം, അതുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയായിരുന്നേന്ന് പറയാണ്. പെട്ടെന്ന് നയന പറഞ്ഞു, അച്ഛൻ എന്തിനാ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താ പറയാ, എന്നാലും നിനക്ക് എങ്ങനെ തോന്നി മോളെ ഇതൊക്കെ ചെയ്യാനായിട്ട്, അത് പിന്നെ നിനക്ക് ഒരു വാക്കെങ്കിലും എന്നോട് പറയാൻ എല്ലാവരും ചോദിക്കും, അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അച്ഛന് ഇനി സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് മാത്രം അച്ഛൻ ഞാൻ പറയായിരുന്നേ, പിന്നെ അച്ഛൻ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ്. കരള് പാത്ത് കൊടുത്ത് നിർത്തണ്ട്, എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം, എന്നാലും വേണ്ടിയിരുന്നില്ല എന്ന് പറയണം. അച്ഛാ ഈ കാര്യം പറഞ്ഞ ആദർശന്റെ കുറ്റപ്പെടുത്തണ്ട കേട്ടോ, ആദർശന് പാവമാണ്, ആദർശൻ ആകുന്ന പറഞ്ഞ വേണ്ടാന്ന്, പക്ഷെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് അത് മാത്രമാണെന്ന് പറയണം. കനയും പറഞ്ഞു, അത് ശരിയാ, ആദർശമൻ പറഞ്ഞ കാര്യമോ വേണ്ടാന്ന്, ഒരു വേറൊരു ഓണറിനെ കണ്ടുപിടിക്കാന്ന്, ഒരു ഡോണറിനെ കണ്ടുപിടിക്കാന്നുള്ള കാര്യം
പക്ഷേങ്കിൽ അതൊന്നും കേൾക്കാട്ട് നയനമോൾ കൂട്ടാക്കിയില്ല. അവളുടെ സ്വന്തം തീരുമാനമായിരുന്നു ഇത്. പിന്നെ എനിക്ക് കൂട്ടും നിൽക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നുള്ളത് പറയാണ്. കുറെ സമയം കൂടെ ഒന്ന് സംസാരിച്ചിരുന്നപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, എനിക്കറിയാം മോളെ നിന്റെ കാര്യം അറിയാലോ. എനിക്കൊരു നെഞ്ചുവേദന വന്ന് നെഞ്ചൊന്ന് പടഞ്ഞ സമയത്ത് നീ എന്നോടൊപ്പം നിന്നു. കാരണം നിന്റെ വാവിട്ടുള്ള നിലവിളി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അങ്ങനെയുള്ള നിനക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാനാണ് ആദർശ് എന്തൊക്കെയോ പറഞ്ഞു പോയി. ആ ഒരു ദേഷ്യത്തിന്, ആ ഒരു വിഷമത്തിന് ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ നേരെ അങ്ങനെ ആദർശിനെ കാണാനായിട്ട് അങ്ങ് ചെല്ലുവാണ്. ഈ സമയം ആദർശൻ നന്ദു കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദു ആദർശനോട് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ടേട്ടാ ആദർശേട്ടാ, അച്ഛൻ്റെ മനസ്സറിയാലോ, അച്ഛന് നല്ല ടെൻഷനായിട്ട് അച്ഛനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പം അച്ഛൻ രണ്ട് തല്ല് തല്ലിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അച്ഛൻ്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. സ്വന്തം ആളെ ഈ നിലയ്ക്ക് പെട്ടെന്ന് കാണുമ്പോഴൊരു അച്ഛൻ്റെ വേദന അതോ ഞാനും കരുതിയിട്ടുള്ളതെന്ന് പറയണം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഗോവിന്ദൻ അങ്ങോട്ട് വന്നു. ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞു, മോനെ നിനക്കറിയാലോ ഞാൻ അവളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. ഈ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുള്ള അവളാന്ന് പറയണം. പക്ഷെ അവളെ പെട്ടെന്നൊരു സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടു കഴിയുമ്പോഴത്തേനും ഏതൊരു അച്ഛനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ മോനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല അച്ഛാ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയണം. അതെ മോനറിയാലോ അവള് ഈ കുടുംബത്തിനല്ല ആർക്ക് വേണ്ടിയിട്ട് അവള് ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്നുള്ള. അതുകൊണ്ടാണ് അവളിപ്പോൾ അവളെ അത്രയ്ക്ക് വെറുക്കുന്ന അവളുടെ അമ്മായിമ്മയ്ക്ക് പോലും കരൾ പാത്ത് വരികാനായിട്ട് തയ്യാറായത്. ഇങ്ങനൊരു സ്വഭാവമുള്ള പെൺകുട്ടിനെ എവിടെ കിട്ടും? എന്നിട്ട് പോലും മോന്റെ വീട്ടില് മോന്റെ അമ്മ അവളെ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറയണം. ആദർശ് പറഞ്ഞു, അതൊക്കെ ശരിയാകും വെച്ചാ, അതെല്ലാം നേരെയാകുമെന്ന് പറയാണ്. അതെ ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് വിടുന്നില്ല എന്ന് പറയാ. ഇനി എന്തിനാ അങ്ങോട്ട് വിടുന്നേ? അങ്ങോട്ട് വിട്ട് അവിടെ എൻ്റെ മോളെ നിലനിർത്തുന്ന എനിക്കൊരു ആഗ്രഹമില്ല. ഒരാളെയും കൂടി നോക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അത്ര സന്തോഷം കൂടുതലുള്ളെന്ന് പറയണം. ആദർശ് പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ട അച്ഛാന്ന് പറയണം. അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ ജീവനാണ്. അവളില്ലാതെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്നൊന്നും വന്ന് അവളെ നോക്കിക്കോളാം. അവൾക്ക് ഇച്ചിരി കുറയുന്നോടം വരെ. അതിനുശേഷം ഞാൻ അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും. എനിക്ക് അവളെ ഇവിടെ നിർത്തിയിട്ട് പോകാനൊന്നും പറ്റത്തില്ല. അവളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇറങ്ങിപ്പോവാണ്. ആംബുലൻസിൽ അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് ആദർശം തിരിഞ്ഞു നോക്കി ഒരു യാത്ര എന്ന് പറയാം. എന്നിട്ട് ആദർശ് കണ്ണ് നിറഞ്ഞ് കരഞ്ഞ് കണ്ണു തൂത്തോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗോവിന്ദനും നന്ദു ആ കാഴ്ച കണ്ടിങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം കാണാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.